ബാബു അപ്പൊ എന്തെന്ന് പണിക്കില്ല? ഇല്ല ബജ്ജി, രാവിലെ മുതൽ ഒരേ തലവേദന. ഇത് ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോ ഇങ്ങനെ തലവേദന. അപ്പൊ ഡോക്ടറെ പോയി ഒന്ന് കാണിച്ചുകൂടിയിരുന്നോ? ഇല്ല ബജ്ജി, ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക വാങ്ങി കഴിച്ചിക്കണേ. നാളെ പോയി കടന്നോ, ചെല്ല്, കുറച്ചു നേരം കടന്നാൽ മതി. ഹലോ ഹലോ, പറയ്. എന്താ മോനൊന്നും വർക്കിന് വന്നില്ല? എന്താ അറിയില്ല, ഒരേ വയറ് വേദന. ഇന്നലെ രാത്രി തുടങ്ങിയതാ. ആണോ? അപ്പൊ ഡോക്ടറെ കാണിച്ചില്ലേ? ഇല്ല, ഞാന് ഗുളിക വരണം കഴിച്ചിക്കണ വേദന നേരത്ത്. എന്നാ ശരി, ഞാൻ വിളിക്കാട്ടാ. എന്തായാലും ഇവിടെ വിളി. ഓക്കെ. ബാബുവോ? കുറവില്ലേ? ഇല്ലേ, അടിവയറൊരു വേദന. എണീക്ക്, നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി നോക്കാം. ഇല്ല, ഞാൻ ഗുളിക കഴിച്ചിക്കണു. അല്ലല്ല, എണീക്ക്, ഡോക്ടറെ അടുത്ത് പോയി നോക്കാം. ഡ്രസ് മാറ്റി കേട്ടോ. എന്ത് പറ്റി? വയറുവേദനയാണ്. വയറുവേദന. രാത്രി ഫുഡ് പുറത്തുനിന്നാണോ കഴിച്ചേ? ഇല്ലല്ല. ഓക്കാനോ ഛർദി അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് സ്ഥിരമായിട്ട് വരുന്നുണ്ടോ? ഇടക്കിടക്ക് വരുന്നുണ്ട് ഇങ്ങനെ. വരുന്നുണ്ട്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ? തലവേദന ഉണ്ട്. തലവേദനക്ക് ഡോക്ടറെ കാണിച്ചിരുന്നു? ഇല്ല, ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക വാങ്ങി കഴിച്ചിരുന്നു. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നായി കഴിക്കില്ല അല്ലേ? ശരി, ഒന്ന് നോക്കാം. ഇവിടെ വേദന ഉണ്ടോ? അവിടെ തന്നെ. ഇവിടെ ഉണ്ടോ? ഇല്ല, അവിടെ ഇല്ല. ഈ സൈഡില്? ഇല്ല, ഇവിടെ മേലെ. ഇവിടെ അവിടെ തന്നെ. ഓക്കെ, നീറ്റ്. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് റെഡി ആക്കാം കേട്ടോ. ഇതുപോലെ ഒരുപാട് കേസുകൾ വരാറുണ്ട്. ഇതിപ്പോ സംഭവം എന്താ വെച്ചാലേ, വയറ്റിൽ നല്ല പുണ്ണ് കാണുന്നുണ്ട്. പുണ്ണുണ്ട്. അപ്പൊ തൽക്കാലം ഞാൻ ഒരാഴ്ചക്ക് മരുന്ന് തരാം, അത് കഴിച്ചിട്ട് വരും. പിന്നെ തലവേദന വരുമ്പോഴേ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കഴിച്ചാൽ മതി, അല്ലാതെ മരുന്ന് കഴിക്കരുത് കേട്ടോ. ഓക്കെ. ഈ മരുന്ന് കഴിക്കട്ടോ. ശരി. ഇതിപ്പോ വന്ന കേസ് എന്താന്ന് വെച്ചാല്, അവർക്ക് തലവേദന വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണിക്കാതെ ഗുളിക വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സ്കാൻ റിപ്പോർട്ട് നോക്കിയ സമയത്ത് അതിനകത്ത് പുണ്ണുകൾ, ചെറിയ പുണ്ണുകൾ ഇങ്ങനെ ഒരുപാട് കാണുന്നുണ്ട്. ഇതിങ്ങനെ സ്ഥിരമായിട്ട് തുടർന്നാൽ ചിലപ്പോൾ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കണം എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, നമ്മൾ കഴിക്കുന്ന മരുന്ന് ശരിയാണോ എന്ന് നമ്മൾക്കറിയില്ല. ചിലപ്പോൾ അതിൻ്റെ ഡോസ് ശരിയാവണമെന്നില്ല. ചിലപ്പോൾ ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ സെറ്റാവണമെന്നില്ല. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ പെയിൻ കില്ലർ പോലത്തെ ഗുളികകളൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ കിഡ്നിക്കൊക്കെ ഡാമേജ് വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. അതുപോലെ വൈറൽ അസിഡിറ്റി, ഇതുപോലത്തെ ക്യാൻസറിനൊക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ നിങ്ങൾ സ്വയം ഒരു തീരുമാനം എടുക്കാതെ നല്ലൊരു ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങി കഴിക്കുക. മരുന്നുകൾ അസുഖങ്ങൾ മാറ്റാനുള്ളതാണ്. മരുന്നുകൾ കൊണ്ട് വലിയ അസുഖങ്ങൾ നമുക്ക് വരുത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക.